സർ, ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴത്തേക്ക് CPM-കാർ നടത്തുന്ന പല പ്രവർത്തനങ്ങൾ അതിൽ ഈ പറയുന്നോണം മലയാളികൾ പെട്ടുപോകും എന്ന് നമ്മൾ മുന്നേ ഉള്ള ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നലെ ഒരു വാർത്തയിൽ ഞാൻ കണ്ടു, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വ്ളോഗേഴ്സിനെ കൊണ്ട് ഇത്തരത്തിൽ അവരുടെ ഇതുവരെ നടത്തിയിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ, ഈ റോഡ് വികസനം, ടൂറിസം വികസനം, കൃഷി, സാംസ്കാരികം, ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ വ്ളോഗേഴ്സിനെയും കൊണ്ട് ഈ പ്രചരണം നടത്തുക എന്നുള്ള രീതി ഇന്നലെ ഒരു മലയാള വാർത്താ മാധ്യമത്തിൽ ഞാൻ കണ്ടതാണ്, പത്രത്തിൽ കണ്ടതാണ്. ഇന്നിപ്പം അടുത്തതായിട്ട് ഒരു പത്രത്തിൽ ഞാൻ കിടക്കുന്നുണ്ട്, CPM-ന്റെ ഓഫീസുകളൊക്കെ ജനസേവന കേന്ദ്രങ്ങളാക്കുന്നു എന്നുള്ളത്. ഇത് CPM-ന് പലതരത്തിലുള്ള തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങളൊക്കെ അവർ പ്രാവർത്തികമാക്കുകയും ചെയ്യും. അതിനുള്ള ഒരു കാലിബറുള്ള ഒരു പാർട്ടിയാണ് CPM. ഇപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്ന ജനസേവന കേന്ദ്രങ്ങളാക്കും. അതായത് ഈ ജീവൻ രക്ഷാ പ്രവർത്തനം, ക്യാപ്സ്യൂൾ വിതരണമൊക്കെ ഈ ഒരു അത് മാത്രമല്ല, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഇത് നല്ല കാര്യമാണത്. അത് നടത്തില്ല. ഇല്ല അത് നടത്തില്ല. ഇതിനകത്ത് പ്രത്യേകം ജീവൻ രക്ഷാ പ്രവർത്തനം, ക്യാപ്സ്യൂൾ പ്രവർത്തനം. ജീവൻ രക്ഷാ പ്രവർത്തനം ചിലപ്പോൾ ഇതായിരിക്കും, അല്ല പറഞ്ഞോണം അടിപിടികളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലാതെ വേറെ എന്ത് ജീവൻ രക്ഷാ. ഇതാരാ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്ന ആരാന്നറിയാം? BJP-യിലാണ് ഇത് വന്നത്. സുരേഷ് ഗോപിയാണ് ഇത് മുമ്പോട്ട് വെച്ചത്. പാർട്ടി കേന്ദ്രങ്ങൾ സേവാ കേന്ദ്രങ്ങളായി മാറണം. അതായത് പഴയ ഒരു കൺസെപ്റ്റാണ് ഈ പാർട്ടി ഓഫീസ്. നാട്ടിലൊക്കെ കാണും, ജോലിയും കൂലിയൊന്നും ഇല്ലാത്തവർ വൈകുന്നേരം വന്നിരുന്നോ അല്ലെങ്കിൽ രാവിലെ വന്നിരുന്നോ വലിയ സൈദ്ധാന്തിക വിചാരവും നടത്തി ദിനേശ് ബീഡിയും വലിച്ച് ചായയും പരിപ്പോടെയും ഒക്കെ ഓർഡർ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് പിരിവുണ്ടല്ലോ, ആ പിരിവിൻ്റെ പൈസയൊക്കെ എടുത്ത് ഈ പുട്ടടിക്കുക, ഇങ്ങനെ ഇരുന്ന് വലിയ സൈദ്ധാന്തിക വർത്തമാനമൊക്കെ പറയും. അങ്ങനെ നിരവധി പാർട്ടി ഓഫീസുകളുണ്ട്. ഈ പാർട്ടി ഓഫീസുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയാണ്. മറ്റേത് പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസുകളുണ്ട്. അത് പിന്നെ ഈ അമൂൽ ബേബികൾ വടിവൊത്ത് ഷർട്ടും ഒക്കെ ഇട്ട് മസിലും പിടിച്ച് വന്നിങ്ങനെ ഇരിക്കുന്നവർ എല്ലാം ഖദർദാരികളാണ്. ഈ ആമ്പൽപ്പൂ പോലെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ ഈ കൂട്ടങ്ങൾ ഇങ്ങനെ വരുന്നത് കാണാം. ഒരു പുണ്ണാക്കം ചെയ്യത്തില്ല, അത് വേറെ കാര്യം. പിന്നെ ഉള്ളത് BJP-യുടെ, പിന്നെ മറ്റു ഈർക്കൽ പാർട്ടികളുടെ പാർട്ടി ഓഫീസുകളൊക്കെ ഉണ്ട്. അതെന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷേ ഇവിടെ സുരേഷ് ഗോപി മുമ്പോട്ട് വെച്ചൊരു ആശയം, അത് BJP അത് മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. പാർട്ടി ഓഫീസുകൾ സേവാ കേന്ദ്രങ്ങളാകണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പല പദ്ധതികളും, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളുണ്ട്. നരേന്ദ്രമോദി പദ്ധതികളിൽ നിന്നും അല്ലാതെ അറിയപ്പെടുന്നത് PM പിന്നെ ആയുഷ്മാൻ പദ്ധതി, ആവാസ് യോജന, പിന്നെ മുദ്രാ ലോണ്, ഇങ്ങനെ നിരവധി പദ്ധതികളുണ്ട്. ഇതൊന്നും എല്ലാവർക്കും അറിയത്തില്ല. ഇതെന്താണ് ഒരാൾക്ക് ഈ ഇടയ്ക്ക് ആയുഷ്മാൻ പദ്ധതിയോ അങ്ങനെ എന്തോ ആണെന്നോ, അത് LDF സർക്കാരിൻ്റെതാണ് എന്നുള്ള രീതിയിലൊക്കെ. ഇതാണ് അത് ഞാൻ പറയാൻ വരികയാണത്. ഈ പല പദ്ധതികളും ജനങ്ങൾക്ക് വേണ്ട തരത്തിൽ അറിയത്തില്ല. PM കിസാൻ പദ്ധതിയുണ്ട്. അത് മിക്കവാറും പേർക്കൊക്കെ അറിയാം. കർഷകർക്ക് ഒരു വർഷം 7000 രൂപ വെച്ച് കിട്ടുന്നുണ്ട് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ആവാസ് യോജന ചിലർക്ക് അറിയാം, വീട് വയ്ക്കുന്നതിന് ആവശ്യമായ ലോൺ കൊടുക്കുന്നു, സബ്സിഡി ഉണ്ട്. ഇത് ബാങ്കിൽ ഈ പദ്ധതിയെക്കുറിച്ച് ഒരാൾ ചെന്ന് നേരിട്ട് ചോദിച്ചാൽ അവരതങ്ങ് ഡിസ്കറേജ് ചെയ്യും. കാരണം വലിയ ഈടുകൊന്നുമില്ലാതെ വായ്പ കൊടുക്കുന്നതല്ലേ. അവർക്കൊക്കെ ഈ വലിയ ലക്ഷങ്ങളും കോടികളും ഈ വായ്പ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. വലിയ കൊള്ളപ്പലിശയ്ക്ക് കൊടുക്കുന്നത് മാത്രമാണ് വലുതായിട്ട് എൻകറേജ് ചെയ്യും. ഇതെല്ലാം PM-ൻ്റെ പദ്ധതികളാണ്. ഇതിനകത്ത് സബ്സിഡി ഉണ്ട്. ഇപ്പോൾ യുവാക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇപ്പം കമ്പ്യൂട്ടർ വാങ്ങിച്ച് അതിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ 1.5 ലക്ഷം രൂപ ലോണുണ്ട്. അതിന് സബ്സിഡി ഉണ്ട്. സബ്സിഡിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 75,000-85,000 രൂപയ്ക്കകത്ത് അടച്ചാൽ മതി, വിത്തൗട്ട് ഇൻട്രസ്റ്റ്. നിരവധി പദ്ധതികളുണ്ട്. ഇത് ബാങ്കിൽ നേരിട്ട് സമീപിക്കുമ്പോൾ പറയും, അങ്ങനെ ഒന്നുമില്ല, അത് ഇല്ല, ഇങ്ങനെ പറഞ്ഞെങ്കിൽ വിടും. ഈ പാവം പിടിച്ചവരെന്ത് ചെയ്യും? അതും കേട്ട് അങ്ങനെ ഇല്ല എന്നും പറഞ്ഞു പോകും. നിരവധി പദ്ധതികളുണ്ട്. നമ്മൾ ഈ റോഡ് വക്കിലിരുന്ന് മീൻ വിൽക്കുമല്ലോ, സ്ത്രീകളോ പുരുഷന്മാരോ ഒക്കെ. പണ്ട് മാത്രമാണ് സ്ത്രീകൾ മാത്രം, ഇപ്പോൾ അതല്ല എല്ലാവരും. അവർക്ക് പോലും ഈ വഴിയോര കച്ചവടത്തിനുള്ള ലോണുകളുണ്ട്. പലിശരഹിതമാണ്, സമയമുണ്ട്.
ഇത് ബാങ്കുകാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരിട്ട് സമീപിക്കുമ്പോൾ അത് നടക്കത്തില്ല. യഥാർത്ഥത്തിൽ അതിന് ചെയ്യേണ്ടത് പലരും നേരെ പോയി ഇതുപോലെ BJP ഓഫീസുകളിൽ സമീപിക്കണം. സേവാകേന്ദ്രങ്ങളായി മാറണം. പാർട്ടി ഓഫീസ്, BJPയുടെ ഇന്ന മണ്ഡലം ഓഫീസ് എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ സേവാകേന്ദ്രം അല്ലെങ്കിൽ സേവാകേന്ദ്രം എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ BJPയുടെ ഇന്ന മണ്ഡലം കമ്മിറ്റി ഓഫീസ് എന്ന് വേണം കൊടുക്കേണ്ടത്. ആൾക്കാർക്ക് അവിടെയൊക്കെ ഇത് പ്രദർശിപ്പിക്കണം. പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ ഇതൊക്കെയാണ്. ഇപ്പം മുദ്രാ ലോൺ എന്താവശ്യങ്ങൾക്ക് കൊടുക്കുന്നു, ഒരു വലിയ ബോർഡ് അവിടെ വയ്ക്കണം. നാട്ടിലെ അല്ലാതുള്ള കാര്യങ്ങൾക്ക് ഏതെങ്കിലും ഒരാളെ എവിടെങ്കിലും ഒക്കെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഉടനെ മുക്കിന് പോസ്റ്റിലും തെങ്ങിലും ഒക്കെ കെട്ടിവെക്കുമല്ലോ. അഭിവാദ്യങ്ങൾ, ജയ് ഹിന്ദ്, വിപ്ലവ അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എല്ലാ പാർട്ടിക്കാരും എഴുതി വയ്ക്കും. ഈ പുങ്കവന്മാരുടെയൊക്കെ പടം ഇങ്ങനെ കൊടുത്തിട്ട് അതൊക്കെ മാറ്റിയിട്ട് പാർട്ടി ഓഫീസുകളിൽ ഇപ്പോൾ BJP ചെയ്യേണ്ടത്, BJPയുടെ പല പദ്ധതികളും സംസ്ഥാന സർക്കാർ ഇത് അവരുടേതാക്കി മാറ്റിയെടുക്കാറുണ്ട്. ഇത് സാധാരണക്കാർക്ക് അറിയത്തില്ല ഇത് പ്രൈം മിനിസ്റ്ററുടെ പദ്ധതിയാണ് എന്നുള്ളത്. പ്രൈം മിനിസ്റ്ററുടെ ആയുഷ്മാൻ പദ്ധതിയുണ്ട്. ആരോഗ്യരംഗത്ത് വലിയ സേവനമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആവാസ് യോജന തന്നെ എത്ര പേർക്കറിയാം? അപ്പോൾ പിന്നെ കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയിട്ട് സ്കോളർഷിപ്പ്, പിന്നെ അതുപോലെ തന്നെ ലോൺ, വിദേശങ്ങളിൽ പോയി പഠിക്കുന്നതിനുള്ള ലോണ്, ഒറ്റ പെൺകുട്ടിയുള്ള അവർക്ക് പിന്നെ 12ാം ക്ലാസ് വരെ ഒരു ചെറിയ സ്കോളർഷിപ്പ്, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതറിയിക്കാൻ ഇത് ഏറ്റവും നല്ല വഴിയാണ്. അങ്ങനെ വരുമ്പോൾ ഒരാൾ ബാങ്കിൽ പോയി സമീപിച്ച് കഴിയുമ്പോൾ ഇത് ഇല്ല എന്ന് പറഞ്ഞ് ബാങ്കുകാർ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ സേവാകേന്ദ്രത്തിൽ നിന്ന്, BJPയുടെ ഈ സേവാകേന്ദ്രത്തിൽ നിന്ന് ഒരാളെ കൂട്ടി ബാങ്കിലേക്ക് വിടണം. കൃത്യമായ വിവരം പറയണം അവരങ്ങോട്ട് ചെന്ന്. പോകുന്ന ആൾ പറയണം ഇത് പ്രൈം മിനിസ്റ്ററുടെ ഇന്ന പദ്ധതിയാണ്, അത് കൊടുക്കേണ്ടത് ഇന്ന ബാങ്കുകാരാണ്, ആ ബാങ്കിൻ്റെ ലിസ്റ്റിൽ നിങ്ങളുടെ ഉണ്ട്, അത് കൊടുക്കണം, അതിനാവശ്യമായ എന്ത് രേഖകളാണ് കൊണ്ടുവരേണ്ടത് ഇവർ. അപ്പോൾ ചിലപ്പോൾ ആധാർ രേഖയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വീടിൻ്റെ പിന്നെ കരമടച്ച രസീത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും, വസ്തുവിൻ്റെ കരമടച്ച രസീത്. ഇതൊക്കെ കൃത്യമായി ആ ആളിനെ സഹായിച്ചു വിടണം. അപ്പോൾ സേവാകേന്ദ്രം എന്നുള്ളതാകും. അത് നടപ്പിലായി കഴിഞ്ഞാൽ BJPക്ക് താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാം. പണ്ട് നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ രാഷ്ട്രീയക്കാർ കക്ഷത്തിലൊരു ഡയറിയും വെച്ച് ഇറങ്ങും. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നല്ലോ ഒരു കാലത്ത്. തെക്ക് വടക്ക് നടക്കും, ഇതാണ് രാഷ്ട്രീയക്കാരൻ്റെ പണി. ആരെങ്കിലും എരന്നോ തട്ടിപ്പ് നടത്തിയോ ഇവൻ്റെ ഉപജീവനം നടക്കും. ആ കാലമൊക്കെ പോയി. ഇതിനകത്ത് വലിയ സേവനം നടത്തി കഴിയുമ്പോൾ BJP ഈ സുരേഷ് ഗോപി ഈ ആശയം പറഞ്ഞെന്ന് ചോദിച്ചാൽ അത് മറ്റു പലരും ഇതൊന്ന് ഏറ്റെടുത്തു. ഇപ്പോൾ MV ഗോവിന്ദൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടു എന്നുള്ളതാണ്. CPM അത് ചെയ്യും, അറിയാമോ? CPMന് അതറിയും കേഡർ സംവിധാനമുണ്ട്. കോൺഗ്രസ്സുകാർ ഇത് ഏറ്റെടുത്തെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അവരെ കൊണ്ട് കഴിവില്ല. അവരങ്ങനെ ചെയ്യാൻ വേണ്ടി അവരുടെ ഈ ഷർട്ട് പിന്നെ ചെളി പുരളത്തില്ലയോ, ഇങ്ങനെ അലക്കി തേച്ച് വെളുപ്പിച്ച് നടക്കുകയല്ലേ, അവരെ കൊണ്ട് നടക്കത്തില്ല. പക്ഷെ CPM ഇത് തന്ത്രപൂർവ്വം ഇതങ്ങ് ഇടപെടും. ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ലോണുകളും മറ്റും ഉണ്ടെന്നറിഞ്ഞ് ഉള്ളതൊക്കെ മനസ്സിലാക്കി വയ്ക്കും. ഇതിനെ സമീപിച്ചിട്ട് കിട്ടാത്തവർ ഇങ്ങോട്ട് വരാനായിട്ട് പറയും. പക്ഷെ BJP രാജീവ് ചന്ദ്രശേഖർ ഇവിടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം ഈ പ്രശ്നത്തിൽ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം താഴെ തട്ടിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. സാധാരണ ഈ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴാണ് എല്ലാ പാർട്ടിക്കാരും ഇങ്ങനൊരു ഒരു ബ്രോഷറും ഒക്കെ ആയിട്ട് വരും. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ തന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള കുറേ ഇത് കൊണ്ടുവന്ന് പദ്ധതികൾ, ഇനി ചെയ്യാൻ പോകുന്നതും ഇതൊക്കെ ആരുടെ ആയിരുന്നു? കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി ചെയ്തു കഴിഞ്ഞ പദ്ധതികളാണ്. ചെയ്യാൻ പോകുന്ന പദ്ധതികളുമാണ് തരൂര് എടുത്തുകൊണ്ടുവന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ കൊണ്ടുവരുന്ന കാറ്റലോഗൊന്നും ആരും വായിക്കാറില്ല. എല്ലാ വീടിൻ്റെ തിണ്ണയിലും കൊണ്ടുവന്നിട്ടിട്ട് പോകും 3 പ്രധാനപ്പെട്ട പാർട്ടികൾ. അപ്പോൾ അതിന് വേണ്ടത് ഈ പാർട്ടി കേന്ദ്രങ്ങളെ സേവാകേന്ദ്രങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇവർക്ക് താഴെത്തട്ടിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ ഇതിൻ്റെ ഒരു വലിയ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് മികച്ച നേട്ടമായിരിക്കും. കാരണം ജനങ്ങളുമായിട്ട് അത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇത് ഇന്ന കാര്യം നടന്നു കിട്ടി. ഇപ്പം മുദ്രാ ലോണ് എന്താണ്, എന്തിനു വേണ്ടിയാണ്, എത്ര വരെ കിട്ടും,
എത്ര പിന്നെ ഇത്ര ലക്ഷം എടുത്താൽ എത്ര അടയ്ക്കണം, ഇതിനെന്താ സബ്സിഡി, ഇതിന് എത്ര ശതമാനം ഇൻട്രസ്റ്റ് ആണ് ഉള്ളത്, ഏത് തരത്തിലാണ് ഇതിൻ്റെ തിരിച്ചടവ്, ഓരോന്നുമുണ്ട്. ഇത് റേഡിയോയിൽ പിന്നെ പ്രധാനമന്ത്രിയുടെ പദ്ധതികളെക്കുറിച്ച് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 5 മിനിറ്റ് ഒരു ബ്രീഫിംഗ് കൊടുക്കുന്നുണ്ട്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന് പറഞ്ഞാണ് റേഡിയോയിലെ പ്രോഗ്രാം. ഇത് ടെലിവിഷനിലും ഇത് ചെയ്യുന്നുണ്ട്, ദൂരദർശനിൽ, അല്ലാതെ മറ്റ് സ്വകാര്യ ചാനലുകളൊന്നും ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ സകല ചാനലുകളും, സ്വകാര്യ സാറ്റലൈറ്റ് ചാനലുകളെല്ലാം നിർബന്ധമായും ഇത് ചെയ്യണം എന്നുള്ളൊരു ഇത് കൂടി കൊടുക്കേണ്ടിയിരിക്കുന്നു. അതിനകത്ത് BJPയുടെ ഇടപെടൽ ആവശ്യമാണ്. കേന്ദ്രത്തെ ധരിപ്പിച്ചുകൊണ്ട് കൃത്യമായ ഇത് ഇന്ന പദ്ധതികൾ, ഓരോ പദ്ധതികളെക്കുറിച്ചും പരിചയപ്പെടുത്തി കൊടുക്കുക. തിരുവനന്തപുരത്ത് ഇതിൻ്റെ ഈ പദ്ധതികളെക്കുറിച്ചെല്ലാം, പ്രധാനമന്ത്രിയുടെ പദ്ധതികളെക്കുറിച്ച് അറിവുള്ള ഒരാൾ കൃത്യമായി ഇതിൻ്റെ വിവരങ്ങളൊക്കെ റേഡിയോയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് അറിയുന്നത്. അപ്പം പാർട്ടി ഓഫീസുകൾ സേവാ കേന്ദ്രങ്ങളായി മാറുകയാണ് ഏറ്റവും നല്ലത്.